ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ട് ഹൊറർ കോമഡി ടൈം ട്രാവൽ മൂവീസ് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്തപ്പോൾ അതിൽ സെലക്ട് ചെയ്തിരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോട്ടലി കില്ലർ എന്ന മൂവിയുടെ റീക്യാപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ട്വിസ്റ്റുകളൊക്കെ ഉള്ള വളരെ നല്ലൊരു സിനിമയാണ്. സോ പറഞ്ഞു പോകുമ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോൺ. സിനിമ തുടങ്ങുന്നത് 35 വർഷം മുമ്പ് നോർത്ത് വേർണൻ എന്ന ടൗണിൽ നടന്ന ഒരു ഭയങ്കരമായ സംഭവം വിവരിച്ചുകൊണ്ടാണ്. 1987 ഒക്ടോബറിൽ ടിഫനി എന്നൊരു പെൺകുട്ടി തന്റെ 16th ബർത്ത്ഡേ പാർട്ടിക്കിടെ ക്രൂരമായി കൊല്ലപ്പെട്ട് അവരുടെ ഗരാഷിൽ കിടക്കുന്നതായി കണ്ടെത്തി. 2 ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു പെൺകുട്ടിയായ മറീസയെ കാടിനുള്ളിലെ അവരുടെ ഫാമിലി ക്യാബിനിൽ സമാനമായ രീതിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടെത്തി. തുടർന്ന് ഹാലോവീൻ രാത്രിയിൽ ഹെദർ എന്ന മൂന്നാമത്തെ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും കണ്ടെത്തി. കൊല്ലപ്പെട്ട 3 വിക്ടിംസും 16 വയസ്സുള്ളവരായിരുന്നു. അവരെ ഓരോരുത്തരെയും 16 തവണ കത്തികൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ കൊലയാളിക്ക് സ്വീറ്റ് 16 കില്ലർ എന്ന വിളിപ്പേരും വീണു. പിന്നീട് കൂടുതൽ മേർഡേഴ്സ് നടത്താതെ അയാൾ അപ്രത്യക്ഷനായി. ആൻഡ് അയാളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു വന്നുമില്ല. അന്നു മുതൽ ആ കില്ലർ ധരിച്ചിരുന്ന മാസ്ക് ഫേമസ് ആവുകയും എല്ലാ ഹാലോവീനിലും ടൗണിലെ ആൾക്കാർ സ്വീറ്റ് 16 കില്ലറായി വേഷം മാറി ആഘോഷിക്കാനും തുടങ്ങി. പ്രസന്റിലേക്ക് വരുമ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ച് പോഡ്കാസ്റ്റ് നടത്തുന്ന ആ ടൗണിൽ നിന്ന് തന്നെയുള്ള ക്രിസ് ഡ്യൂബാസാഷ് എന്നയാളെ നമ്മൾ കാണുന്നു. എല്ലാ ഹാലോവീനിലും വിസിറ്റേഴ്സിനായി ഈ മർഡർ സൈറ്റ്സിലേക്ക് അയാൾ ഒരു ടൂർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ ലൈഫിൽ മറ്റ് പ്രധാന സംഭവങ്ങളൊന്നും ഇല്ലാതെ ഏറെക്കുറെ ഈ ക്രൈംസിനെ ചുറ്റിപ്പറ്റി തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളായാണ് മനസ്സിലാകുന്നത്. അടുത്തതായി നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഒരു ഹാലോവീൻ കൺസേർട്ടിന് പോകാനായിട്ട് റെഡിയാകുന്ന ജെയ്മി എന്ന 16 വയസ്സുകാരിയെയാണ്. അല്പനേരം കഴിഞ്ഞ് അവളുടെ അമ്മയായ പാം അവിടേക്ക് വന്ന് അവളെ പുറത്തു പോകുന്നതിൽ നിന്ന് വിലക്കാൻ ശ്രമിക്കുന്നു. 1987 കൊല്ലപ്പെട്ട 3 പെൺകുട്ടികളുമായി പാം അടുത്ത സുഹൃത്തായിരുന്നു എന്ന് വ്യക്തമാകുന്നു. അതിനാൽ 35 വർഷം കഴിഞ്ഞിട്ടും അവൾ ഇപ്പോഴും കില്ലറിനെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ താൻ സെൽഫ് ഡിഫൻസിൽ മിടുക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജെയ്മി പുറത്തേക്ക് പോകാൻ നിർബന്ധം പിടിക്കുകയാണ്. അവരുടെ ഈ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കെ ജെയ്മിയുടെ അച്ഛൻ ബ്ലേക്ക് അവളെ കൺസേർട്ടിന് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. അപ്പോഴാണ് അദ്ദേഹം ആരോ തന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ അത് അമ്മമാരുടെ ഒരു ഗ്രൂപ്പ് ചാറ്റ് മാത്രമാണെന്ന് ജെയ്മി പറയുന്നു. തുടർന്ന് ബ്ലേക്ക് ജെയ്മിയെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമേലിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അമേലിയയുടെ അമ്മ ലോറനും ഉണ്ട്. ലോറൻ പാമിന്റെയും ബ്ലേക്കിന്റെയും പഴയ ക്ലാസ്മേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഹാലോവീൻ ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കാത്ത തന്റെ ബോസിനെ കുറിച്ച് ലോറൻ പരാതിപ്പെടുകയും പിന്നീട് ജോലിക്കായി പുറപ്പെടുകയും ചെയ്യുന്നു. ശേഷം ബ്ലേക്ക് പെൺകുട്ടികളോടൊപ്പം കൺസേർട്ടിന് പോകുന്നു. ഇതേ സമയം പാം വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ മാസ്ക് ധരിച്ച ഒരാൾ അവരുടെ വാതിൽക്കൽ വരുന്നു. ഹാലോവീൻ ആഘോഷിക്കാനായി വേഷം മാറി നടക്കുന്ന ആരെങ്കിലും ആവും എന്ന് കരുതി അവൾ അയാൾക്ക് മിഠായി നൽകാൻ പോകുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ കയ്യിലെ കത്തി കണ്ടപ്പോൾ അവൾ ഡോർ അടച്ച് ലോക്ക് ചെയ്യുന്നു. അവൾ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ വാതിൽ തകർത്ത് അകത്ത് കടന്ന് അവളെ ആക്രമിക്കുന്നു. എന്നാൽ തന്റെ 16ാം വയസ്സ് മുതൽ ഇങ്ങനെ ഒരു ദിവസത്തിനായി തയ്യാറെടുത്തിരുന്ന പാം നല്ലതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു. പാം ഒരു കത്തി എടുത്തുകൊണ്ട് കില്ലറിനോട് പോലീസ് എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്താം എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് കില്ലറിനെ പരിഭ്രാന്തനാക്കുന്നു. അയാൾ അവിടെ നിന്നും പോകുന്നു. പക്ഷേ പാം ആശ്വാസത്തോടെ റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവൻ പെട്ടെന്ന് പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് അവളെ ആക്രമിക്കുന്നു. പിന്നീട് അവൾ മരിക്കുന്നത് വരെ കൃത്യം 16 തവണ കത്തി കൊണ്ട് കുത്തുന്നു. തന്റെ അമ്മയുടെ മരണം ജെയ്മിയെ ഞെട്ടിക്കുകയും അതീവ ദുഃഖത്തിൽ ആക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു ട്രൂ ക്രൈം എന്തൂസിയാസ്റ്റ് ആയ ക്രിസ് വീടിന് പുറത്ത് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നു. അടുത്ത ദിവസം സ്കൂളിൽ പോലീസ് എത്തി മർഡർ നടന്ന സമയത്ത് അവളുടെ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. പാമും ക്രിസും എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിരുന്നതിനാൽ ഒരുപക്ഷെ അവർക്കിടയിൽ ഒരു അഫെയർ ഉണ്ടായിരിക്കാമെന്നും അതിനാൽ ബ്ലേക്ക് ഇതിൽ ഇൻവോൾവ് ആയിരിക്കാമെന്നും അവർ സംശയിക്കുന്നുണ്ട്. എന്നാൽ ജെയ്മി ഈ സംശയം ഉടൻ തന്നെ തള്ളിക്കളയുകയും തന്റെ അച്ഛന് ഇതുപോലെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുകയും 35 വർഷം മുമ്പ് കില്ലറിനെ പിടിക്കാൻ പോലീസ് പരാജയപ്പെട്ടതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. സ്കൂൾ വിട്ട ശേഷം ജെയ്മി ഒരു സയൻസ് ഫെയറിലേക്ക് വരുന്നു. അവിടെ അമേലിയ ഒരു ടെമ്പററി ടൈം ട്രാവൽ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. അമേലിയയുടെ അമ്മ ലോറൻ മുമ്പൊരിക്കൽ ഒരു ടൈം ട്രാവൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്നെങ്കിലും അത് ഫിനിഷ് ചെയ്തിരുന്നില്ലെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ അമ്മയുടെ പഴയ നോട്ട്സ് ഉപയോഗിച്ച് ഒരു ഫങ്ഷണൽ ടൈം ട്രാവൽ മെഷീൻ നിർമ്മിക്കാൻ അവൾ ആരംഭിച്ചിരിക്കുകയാണ്. കില്ലറിന്റെ പ്രവർത്തികൾ തടയാൻ പാസ്റ്റിലേക്ക് പോകാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അമേലിയയോട് അവർക്കത് സാധിച്ചാൽ തന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുമെന്ന് ജെയ്മി വളരെ എക്സൈറ്റഡ് ആയി പറയുന്നു. ഇതിനായി അവർ 1987 ഒക്ടോബർ 27 അതായത് ആദ്യത്തെ കൊല നടന്ന ദിവസം ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്. അന്ന് സന്ധ്യയ്ക്ക് ജെയ്മി ക്രിസിന്റെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ അവളുടെ അച്ഛൻ അത് കേൾക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നു. ആ മനുഷ്യൻ ഇപ്പോഴും
ട്രാജിക് ആയിട്ടുള്ള മേർഡേഴ്സിനെ, പ്രത്യേകിച്ച് 35 വർഷം മുന്നേ നടന്നവയെ എന്റർടൈൻമെന്റ് ആയി മാറ്റുകയാണെന്ന് ബ്ലേക്ക് ജെയ്മിയോട് പറയുന്നു. അടുത്ത ദിവസം ജെയ്മി ക്രിസിനെ ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അയാളും തന്റെ അമ്മയും തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്ന് അവൾ നേരിട്ട് തന്നെ ചോദിക്കുന്നു. പക്ഷെ അയാൾ ഇത് പൂർണ്ണമായി നിഷേധിക്കുന്നു. പാം സീരിയൽ കില്ലർ കേസ് സോൾവ് ചെയ്യാൻ വളരെയധികം ശ്രമിച്ചിരുന്നുവെന്നും അതിനാലാണ് അവർ പരസ്പരം ചാറ്റ് ചെയ്തിരുന്നുവെന്നും ക്രിസ് വ്യക്തമാക്കുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് അവസാന കൊലപാതകത്തിന് ശേഷം പാമിന് കില്ലറിൽ നിന്ന് അടുത്ത വിക്ടിം അവളായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ട് ലഭിച്ചിരുന്നുവെന്ന് ക്രിസ് വെളിപ്പെടുത്തുന്നു. അപ്സെറ്റ് ആയിരിക്കുന്ന ജെയ്മി അമേലിയയെ കാണാൻ സയൻസ് ഫെയറിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷെ അപ്പോൾ പെട്ടെന്ന് കില്ലർ പ്രത്യക്ഷപ്പെട്ട് ജെയ്മിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ അവൾ രക്ഷപ്പെട്ട് ഓടുകയും ഒളിക്കാനും ശ്രമിക്കുന്നു. അവൾ ആക്സിഡന്റലി ഒരു ഫോട്ടോ ബൂത്ത് പോലെ നിർമ്മിച്ചിരിക്കുന്ന ആ ടൈം മെഷീനിലേക്ക് കയറുകയും അത് ഓൺ ആക്കാനും ശ്രമിക്കുന്നു. കില്ലർ അവളെ പിന്തുടർന്ന് അവിടെ എത്തുന്നു. അയാൾ അവളെ കുത്താൻ ശ്രമിക്കുമ്പോൾ കത്തി കൊള്ളുന്നത് ഫോട്ടോ ബൂത്ത് സ്റ്റോളിന്റെ കൺട്രോൾ പാനലിലാണ്. ഇത് പെട്ടെന്ന് എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും ഉടൻ തന്നെ ടൈം മെഷീനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ കില്ലറിന് അവളെ പിടിക്കാൻ കഴിയും മുമ്പ് മെഷീൻ പ്രവർത്തിക്കുകയും ജെയ്മി 1987ലേക്ക് കൃത്യമായ ആദ്യത്തെ കൊലപാതകം നടന്ന ദിവസത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. 35 വർഷം പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്തിരിക്കുന്നതിൽ ആദ്യം ജെയ്മിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിലും തന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയും എന്നോർക്കുമ്പോൾ അവൾ മേർഡേഴ്സ് തടയാൻ തന്നെ ഉറച്ച തീരുമാനം എടുക്കുന്നു. അതിനുശേഷം അവൾ ടൈം മെഷീൻ ബൂത്തിൽ ഔട്ട് ഓഫ് ഓർഡർ സൈൻ വെക്കുകയും അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ സമീപിക്കുകയും ചെയ്യുന്നു. അവൾ തന്റെ അമ്മ പാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പാം സ്കൂളിലാണെന്ന് ആ സ്ത്രീ അവളെ അറിയിക്കുന്നു. ഒട്ടും സമയം കളയാതെ തന്റെ അമ്മ പഠിച്ചിരുന്ന ടൗണിലെ സ്കൂളിലേക്ക് അവൾ പോകുന്നു. അവിടെ അവൾ കാനഡയിൽ നിന്നുള്ള ഒരു എക്സ്ചേഞ്ച് സ്റ്റുഡന്റായി സ്വയം പരിചയപ്പെടുത്തുകയും ഒരു ലേസി ക്ലർക്കിന്റെ സഹായത്തോടെ ഉടൻ തന്നെ അഡ്മിഷൻ നേടുകയും ചെയ്യുന്നു. പിന്നീട് ജെയ്മി ജിം ക്ലാസ്സിൽ വെച്ച് കൊല്ലപ്പെട്ട 3 പെൺകുട്ടികളായ ടിഫനി, മാരിസ, ഹെദർ എന്നിവരെ കാണുന്നു. ജിം ട്രെയിനിങ്ങിനിടെ അവൾ തന്റെ ടീനേജറായ അമ്മയെ തിരയാൻ ശ്രമിക്കുന്നു. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ഭയങ്കര ക്ഷമാശീലമുള്ള സ്ത്രീയിൽ നിന്നും വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരാളാണ് ഇവിടെ തന്റെ അമ്മ എന്നത് അവളെ ആശ്ചര്യപ്പെടുത്തുന്നു. മറ്റുള്ളവരെല്ലാം തന്റെ കീഴിലാണെന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ബുള്ളിയാണ് ഇവിടെ തന്റെ അമ്മയെന്നും ജെയ്മിക്ക് മനസ്സിലാവുന്നു. അന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന ടിഫനിയുടെ ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ചും അവൾ അറിയുന്നു. അതേ ഒക്കേഷനിൽ തന്നെയാണ് ടിഫനി മരിക്കുന്നത്. പാർട്ടിയും ഒക്കെ വളരെ ബോറാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഗേൾസിനെ അത് ക്യാൻസൽ ചെയ്യിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവർ അവളുടെ വാക്ക് കേൾക്കുന്നില്ല. നിരാശയായ അവൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സഹായം തേടുന്നു. ടിഫനിയുടെ വീട്ടിൽ ഒരു കൊലപാതകം നടക്കാൻ പോകുന്നുവെന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ പോലീസുകാർ ചിരിക്കാൻ തുടങ്ങുകയും തങ്ങളുടെ ടൗണിൽ ഒരിക്കലും കൊലപാതകങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റു ഓപ്ഷൻസ് ഇല്ലാതെ ജെയ്മി സ്കൂളിൽ ചുറ്റി നടന്ന് തിരയാൻ തുടങ്ങുകയും ലേസി ക്ലർക്കിനോട് അമീലിയയുടെ അമ്മ ലോറനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൾ ലോറന്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയും യങ് ലോറനെ അവിടെ കാണുകയും ചെയ്യുന്നു. പക്ഷെ ഒബ്വിയസ്ലി ലോറന് ജെയ്മിയെ അറിയില്ല. ജെയ്മി അവളോട് ഭാവിയിൽ അവളുടെ മകൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടൈം മെഷീനെ കുറിച്ചും മുഴുവൻ സിറ്റുവേഷനെ കുറിച്ചും വിശദീകരിക്കുന്നു. അവൾ വരാനിരിക്കുന്ന മേർഡേഴ്സിനെ കുറിച്ചും ലോറന്റെ നോട്ട്ബുക്കിലെ ഡീറ്റെയിൽസിനെ കുറിച്ചും സംസാരിക്കുന്നു. ഇപ്പോൾ ലോറൻ അവളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. കാരണം അവളുടെ സീക്രട്ട് നോട്ട്ബുക്കിനെ കുറിച്ചും ഒരു ടൈം മെഷീൻ നിർമ്മിക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ചും മറ്റാർക്കും അറിയുമായിരുന്നില്ല. ജെയ്മി താൻ കില്ലറിനെ തടയാനും തന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. കൂടാതെ തനിക്ക് ഫ്യൂച്ചറിലേക്ക് മടങ്ങാനുള്ള ഒരേ ഒരു മാർഗം വൈഫൈ ആണെന്നും വ്യക്തമാക്കുന്നു. പക്ഷെ 1987ൽ വൈഫൈ ടെക്നോളജി ഇല്ലാത്തതിനാൽ പകരം മറ്റൊരു വഴി കണ്ടെത്താൻ ലോറന്റെ എക്സ്പെർട്ടീസ് അവൾക്ക് ആവശ്യമാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് 2023ൽ, അതായത് പ്രസന്റിൽ ബ്ലേക്ക് ജെയ്മിയെ തിരയുകയും പോലീസുകാരോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോഴേക്കും എമീലി അവരുടെ അടുത്തെത്തി ജെയ്മി ടൈം മെഷീൻ ഉപയോഗിച്ച് പാസ്റ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റാർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും ക്രിസ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്നു. ഇതിനിടയിൽ 1987ൽ ലോറനും ജെയ്മിയും കില്ലിങ്സ് തടയാനായി ടിഫനിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തുന്നു. പാർട്ടിക്കിടയിൽ ജെയ്മി ഡഗ് എന്നൊരു ടീനേജറിനെ കണ്ടുമുട്ടുന്നു. എപ്പോഴും എല്ലാവരാലും ബുള്ളി ചെയ്യപ്പെട്ടിരുന്ന അയാളാണ് പിന്നീട് അവരുടെ സ്കൂൾ പ്രിൻസിപ്പൽ ആകുന്നത്. പിന്നീട് അവിടെ ഒരു വളരെ അട്രാക്റ്റീവായ യുവാവിനെ ജെയ്മി കാണുകയും ഉടൻ തന്നെ ഒരു ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. പക്ഷെ ആ യുവാവ് തന്റെ അച്ഛൻ ബ്ലേക്ക് തന്നെയാണെന്ന് മനസ്സിലാവുമ്പോൾ അവൾ ഷോക്ക്ഡ് ആവുന്നു. കൂടാതെ ടിഫനിയും ബ്ലേക്കും ഒരു റിലേഷൻഷിപ്പിലാണെന്നും തന്റെ പാരന്റ്സ് ആയ ബ്ലേക്കും പാമും ഇതുവരെ ഡേറ്റിംഗ് തുടങ്ങിയിട്ടില്ലെന്നും അവൾ മനസ്സിലാക്കുന്നു. ഇതിനുശേഷം 3 ഗേൾസിനെയും സേഫ് ആക്കാൻ ജെയ്മി പരമാവധി ശ്രമിക്കുന്നെങ്കിലും അവർ അത് സീരിയസ് ആയി എടുക്കാതെ അവളെ കളിയാക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ടിഫനി ഒരു ആൺകുട്ടിയെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അവൾ കുറച്ചു സമയം വാഷ്റൂമിൽ പോയി തിരിച്ചെത്തുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അലമാരയിൽ നിന്നും ശബ്ദങ്ങൾ വരുന്നത് കേട്ട് അത് അവനാണെന്ന് കരുതി അവൻ പുറത്തു വരാൻ അവൾ കാത്തിരിക്കുന്നു. പെട്ടെന്ന് കൊലയാളി അലമാരയിൽ നിന്നും പുറത്തു വന്ന് അവളുടെ നേരെ നടക്കുകയും ക്രൂരമായി അവളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. ഉച്ചത്തിലുള്ള മ്യൂസിക് പാർട്ടിക്കിടയിൽ
ടിഫിനിയെ സേഫ് ആക്കാൻ ജെയ്മി അവളെ തിരയുകയാണ്. എന്നാൽ അല്പം വൈകിപ്പോയ അവൾ ടിഫിനിയുടെ പാരന്റ്സിന്റെ ബെഡ്റൂമിൽ അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു. പരിഭ്രാന്തയായെങ്കിലും ജെയ്മിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, അതായത് തനിക്ക് പാസ്റ്റിൽ ചില ചേഞ്ചസ് വരുത്താൻ കഴിയും. യഥാർത്ഥ ടൈം ലൈനിൽ ടിഫിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഗരാജിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ ഓൾട്ടർ ടൈം ലൈനിൽ അവളെ ബെഡ്റൂമിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാമിനെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് അയച്ചാൽ കില്ലർ അവളെ ടാർഗറ്റ് ചെയ്തേക്കും എന്ന് ഭയക്കുന്ന ജെയ്മിയും ലോറനും അവളെ അവരോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ജെയ്മി എങ്ങനെയാണ് മർഡറിനെ പറ്റി മുൻകൂട്ടി അറിഞ്ഞതെന്ന് പാം ചോദിക്കുമ്പോൾ താൻ സൈക്കിക് പവേഴ്സ് ഉള്ള ആളാണെന്നും അതുകൊണ്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൊല്ലപ്പെടുമെന്ന് പ്രവചിക്കാൻ കഴിയുമെന്നും ജെയ്മി പറയുന്നു. തുടർന്ന് മൂവരും രാത്രി ഒരുമിച്ച് ചിലവഴിക്കാൻ തീരുമാനിക്കുന്നു. ജെയ്മി പാമിനോട് ആർക്കെങ്കിലും അവരെ കൊല്ലാൻ മാത്രം ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പാം താനും സുഹൃത്തുക്കളും ധാരാളം പേരെ ബുള്ളി ചെയ്തിട്ടുണ്ടെന്നും അതിനാൽ ആര് വേണമെങ്കിലും ആകാം കില്ലർ എന്നും സമ്മതിക്കുന്നു. 2023 ജെയ്മിയെ തിരികെ കൊണ്ടുവരാനായി തന്റെ ടൈം മെഷീനിൽ വർക്ക് ചെയ്യുന്ന അമീലിയയെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് ക്രിസ് അവിടേക്ക് വന്ന് ടൈം മെഷീൻ ചെക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. സംസാരിക്കുന്നതിനിടെ ക്രിസിന് തന്റെ ഓർമ്മകൾ തെറ്റാണെന്ന് തോന്നുന്നു. അതായത് ടിഫിനിയുടെ ക്രൂരമായ കൊലപാതകം ഗരാജിലല്ല, പകരം ബെഡ്റൂമിലാണ് നടന്നത് എന്നാണ് ഇപ്പോൾ അയാൾ ഓർമ്മിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ജെയ്മിയുടെ പാസ്റ്റിലെ ആക്ഷൻസ് ടൈം കണ്ടിന്യൂം അഥവാ സമയഗതിയിൽ ഒരു റിപ്പിൾ എഫക്ട് ഉണ്ടാക്കുന്നു എന്നാണ്. അമീലിയയും ക്രിസും 1987 ഒരു ഫോട്ടോ പരിശോധിക്കുമ്പോൾ ജെയ്മി ശരിക്കും പാസ്റ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. പാസ്റ്റിൽ ജെയ്മി അടുത്ത കൊലപാതകം നടക്കാൻ പോകുന്ന ക്യാബിനിലേക്ക് പോകാതിരിക്കാൻ ഗ്രൂപ്പിനെ തടയാൻ ശ്രമിക്കുന്നു. സിറ്റിയിലേക്ക് പോകുന്നതാണ് ബെറ്റർ എന്ന് മരീസയെ അവൾ കൺവിൻസ് ചെയ്യുന്നു. ഇത് കേട്ട് മരീസ അവളുടെ പാരന്റ്സിന്റെ കോണ്ടോയിലേക്ക് പോകാമെന്ന് പറയുകയും ജെയ്മി സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ടീച്ചർ ജെയ്മിയെ എല്ലാവരാലും സ്ഥിരം ബുള്ളി ചെയ്യപ്പെടുന്ന ഡേമൺ എന്ന വ്യത്യസ്തനായ സ്റ്റുഡന്റിന്റെ പാർട്ണറാക്കുന്നു. ഡേമന്റെ നോട്ട്ബുക്കിലെ വിചിത്രമായ ഡ്രോയിങ്സ് ജെയ്മി ശ്രദ്ധിക്കുന്നു. പിന്നീട് മരീസയും സുഹൃത്തുക്കളും ജെയ്മിയെ കൂട്ടിക്കൊണ്ട് അവളുടെ പാരന്റ്സിന്റെ കോണ്ടോയിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അത് കോണ്ടോ അല്ല, മറിച്ച് മരീസ മരിക്കാൻ പോകുന്ന വനത്തിലെ അതേ ക്യാബിൻ തന്നെയാണെന്ന് കണ്ട് ജെയ്മി പരിഭ്രാന്തയാകുന്നു. അവിടെ നിന്ന് പോകാൻ അവൾ പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ വൈകാതെ മറ്റുള്ളവരും വന്നു ചേരുകയും ക്യാബിനിൽ തന്നെ പാർട്ടി നടത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. മറ്റു വഴികളില്ലാതെ ജെയ്മി ക്യാബിനുള്ളിൽ ചില സേഫ്റ്റി റൂൾസ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ആരും അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. അന്ന് വൈകുന്നേരം അവിടെ പാർട്ടിക്ക് വന്ന ആളുകളിൽ ഒരാൾ ജെയ്മിയെ പാർട്ടി സ്പോയിലർ എന്ന് വിളിച്ച് ക്യാബിന് പുറത്താക്കി പൂട്ടിക്കളയുന്നു. എങ്ങനെയും അകത്ത് കിടക്കാൻ അവളൊരു വഴി തിരയുമ്പോൾ അവളൊരു ജനാലയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അകത്തേക്ക് നോക്കുമ്പോൾ 3 വിക്ടിംസിൽ ഒരാളായ ഹെദർ ബോധമില്ലാതെ കിടക്കുന്നത് അവൾ കാണുന്നു. ഇതിനിടയിൽ മരിസയും ജെയ്മിയെ പുറത്താക്കിയ ആളും ചേർന്ന് പുറത്തുപോയി സമയം ചിലവഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും കില്ലർ ഓൾറെഡി ക്യാബിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അയാൾ അലമാരയിൽ നിന്നും പുറത്തു വന്ന് റേഡിയോ ഉച്ചത്തിൽ വെച്ച ശേഷം ഹെദറിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഹെദർ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും മുറിയിൽ നിന്നും രക്ഷപ്പെടാനും ശ്രമിക്കുന്നു. പക്ഷെ കില്ലർ അവളെ പിടിച്ച് സ്റ്റേഴ്സിൽ നിന്ന് താഴേക്ക് തള്ളുകയും പിന്നീട് അവളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. ഇതോടുകൂടി മരണങ്ങളുടെ ഓർഡർ മാറുന്നു. ഇപ്പോൾ മരീസയല്ല, പകരം ഹെദർ ആണ് രണ്ടാമത് മരിച്ചിരിക്കുന്നത്. മറ്റു സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് കില്ലറിനെ തടയാൻ ശ്രമിക്കുന്നെങ്കിലും പക്ഷെ അവരെയെല്ലാം അവൻ പരാജയപ്പെടുത്തുന്നു. കില്ലർ വീട്ടിൽ നിന്നും ഓടിപ്പോയതിനു ശേഷം കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവർക്ക് കിട്ടിയ കില്ലറിന്റെ ബ്ലഡ് DNA പരിശോധനയ്ക്കായി നൽകി ജെയ്മി സഹായിക്കാൻ ശ്രമിക്കുന്നെങ്കിലും 1987 ആയതിനാൽ പോലീസുകാർക്ക് DNA എന്താണെന്ന് പോലും അറിയില്ല. സ്കൂളിൽ ജെയ്മി ഡേമണുമായി സംസാരിക്കുമ്പോൾ അവൻ കില്ലർ ആവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സാധാരണ നേർഡ് പയ്യൻ മാത്രമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഡഗ് വന്ന് അവരോട് ക്ലാസ്സിലേക്ക് പോകാൻ പറയുന്നു. ശേഷം എല്ലാവരും ഒത്തുചേർന്ന് കില്ലറിനെ എങ്ങനെ പിടിക്കാം എന്ന് ആലോചിക്കുന്നു. 1987 ഇനിയിപ്പോൾ അവസാനമായി കൊല്ലപ്പെടുന്നത് മരിസയാണെന്ന് ജെയ്മിക്ക് അറിയാം എന്നതിനാൽ അവളെ ഒരു ബെയ്റ്റായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇത്തവണ കൊലയാളി പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ അവനെ പിടിക്കാൻ അവർ പ്രിപ്പയർഡ് ആയിരിക്കും. മറുവശത്ത് ലോറന് ടൈം മെഷീൻ പവർ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് ലഭിക്കണം. ജെയ്മിക്ക് ഫ്യൂച്ചറിലേക്ക് മടങ്ങാനായി ഒരു അമ്യൂസ്മെന്റ് റൈഡിനെ ടെമ്പററി ടൈം മെഷീൻ ആക്കി മാറ്റാൻ അവൾ ശ്രമിക്കുകയാണ്. അതേസമയം പ്രസന്റിൽ ക്രിസ് അമീലിയയെ അവളുടെ ടൈം മെഷീൻ നന്നാക്കാനായി സഹായിക്കുന്നു. പിന്നീട് നമ്മൾ നേരെ ഹാലോവിൻ രാത്രിയിലേക്ക് പോകുന്നു. മരിസ അമ്യൂസ്മെന്റ് പാർക്കിലൂടെ നടക്കുമ്പോൾ കില്ലർ രഹസ്യമായി അവളെ പിന്തുടരുന്നു. അവൾ അതിനുള്ളിൽ ഒരു ഹോണ്ടഡ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ബാക്കി ഗ്രൂപ്പ് കില്ലറിന്റെ വരവിനായി ആങ്ഷ്യസ് ആയി കാത്തിരിക്കുന്നുണ്ട്. താമസിയാതെ കില്ലർ അവിടെ എത്തുകയും ജെയ്മിയും കൂട്ടരും അവനെ നേരിടുകയും ചെയ്യുന്നു. എല്ലാവരും ഒരു റൂമിനുള്ളിലേക്ക് ചുരുങ്ങുകയും കില്ലറിനോട് ഫൈറ്റ് ചെയ്യാൻ അവർ പാടുപെടുകയും ചെയ്യുന്നു. ഒടുവിൽ ജെയ്മിക്ക് കില്ലറിനെ കുത്താൻ കഴിയും. കില്ലറിന് അവളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് സുഹൃത്തുക്കളിൽ ഒരാൾ പിന്നിൽ നിന്ന് വന്ന് അവനെ കുത്തി കൊലപ്പെടുത്തുന്നു. പിന്നീട് അവർ കില്ലറിന്റെ മാസ്ക് അഴിച്ചു മാറ്റുമ്പോൾ അത് അവരുടെ ക്ലാസ്മേറ്റ് ആയ ഡഗ് തന്നെയാണെന്ന് വെളിപ്പെടുന്നു. പിന്നീട് അവർ 1 വർഷം മുൻപ് ട്രിഷ് എന്ന സ്റ്റുഡന്റ് ഒരു കാർ അപകടത്തിൽ ദാരുണമായി മരിച്ചത് ഓർത്തെടുക്കുന്നു. സത്യത്തിൽ
ടിഫനി, മാരിസ, ഹെദർ എന്നീ ബുള്ളീസ് ആണ് അവളുടെ മരണത്തിന് കാരണമായത്. അവളുടെ ഫിസിക്ക് കാരണം അവർ അവൾക്ക് ഫാറ്റ് ട്രിഷ് എന്ന് പേരിട്ടിരുന്നു. ഒരു വൈകുന്നേരം 3 പെൺകുട്ടികളും ചേർന്ന് ട്രിഷിനെ ടിഫനിയുടെ വീട്ടിലേക്ക് സ്ലീപ്പ് ഓവറിന് ക്ഷണിച്ചു. അവരുടെ കോച്ചുമായുള്ള ട്രിഷിന്റെ അഫയറിനെ പറ്റിയുള്ള റൂമർ സത്യമാണോ എന്ന് പറയിക്കാൻ അവളെ മദ്യപിപ്പിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അവൾ കരയാൻ തുടങ്ങിയിട്ടും വളരെ അപ്സെറ്റ് ആണെന്ന് വ്യക്തമായിട്ടും അവർ അവളെ കുടിപ്പിക്കുന്നത് തുടരുന്നു. ഒടുവിൽ മദ്യപിച്ച അവസ്ഥയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ട്രിഷ് കാർ അപകടത്തിൽ പെടുകയായിരുന്നു. എന്നാൽ ട്രിഷ് ഡഗിനെ ഡേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഗേൾസിന് അറിയില്ലായിരുന്നു. അവളുടെ മരണത്തിൽ ഡഗ് തകർന്നുപോയി. അങ്ങനെ തന്റെ ലവറിന് വേണ്ടി പ്രതികാരം ചെയ്യാനാണ് അവൻ മാസ്ക് ധരിച്ച് ബുള്ളീസിനെ കൊല്ലാൻ തുടങ്ങിയത്. ഇതെല്ലാം കേട്ട് ജെയ്മി തന്റെ അമ്മ പാമിനെ ക്രൂരതയുടെ പേരിൽ വെറുക്കുന്നു. എന്നാൽ ടിഫനിയുമായി വഴക്ക് കൂടിയിരുന്നതിനാൽ താൻ ആ സ്ലീപ്പ് ഓവറിൽ ഉണ്ടായിരുന്നില്ലെന്നും താൻ ഇത്രയും ക്രൂരമായ കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്നും പാം വിശദീകരിക്കുന്നു. മാരിസയും പാമിനതിൽ പങ്കില്ലെന്ന് വെരിഫൈ ചെയ്യുന്നു. എന്നാൽ ഇതോടെ ജെയ്മി കൺഫ്യൂസ്ഡ് ആകുന്നു. പിന്നെ എന്തിനാണ് കില്ലർ ഡഗ് പാമിന് ത്രെറ്റ് നോട്ട് നൽകിയത്? ഒടുവിൽ 2023-ൽ എന്തിനാണ് അവളെ കൊന്നത് എന്നീ സംശയങ്ങളാണ് അവളുടെ മനസ്സിൽ. എന്നാൽ കൂടുതൽ ആലോചിക്കാൻ കഴിയുന്നതിന് മുൻപ് രണ്ടാമതൊരു കില്ലർ മാരിസയുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ കൊല്ലുന്നു. അയാൾ ജെയ്മിയെ പിന്തുടരുകയും വഴിയിൽ ആ സമയം ലൈവ് TV പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ക്രിസിന്റെ അച്ഛനെ കൊല്ലുകയും ചെയ്യുന്നു. ഒടുവിൽ അവർ ടൈം മെഷീനിൽ എത്തുന്നു. അതിപ്പോൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. യാത്ര ആരംഭിച്ചാൽ അവൾ അതിന്റെ ഉള്ളിൽ തന്നെ തുടരണമെന്ന് ലോറൻ ജെയ്മിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൾ അതിന്റെ ചുമരിൽ തട്ടി പൊട്ടിത്തെറിക്കും. പക്ഷെ അവർ സംസാരിക്കുന്നതിനിടയിൽ കില്ലർ അവിടെ എത്തി അറ്റാക്ക് ചെയ്യുന്നു. ജെയ്മി ലോറനെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പിന്നീട് അവൾ മെഷീൻ ഓൺ ചെയ്യുന്നു. പെട്ടെന്ന് ജെയ്മിയെ സഹായിക്കാൻ പാം അവിടേക്ക് എത്തുന്നു. മൂവരും ചേർന്ന് ഒരു ഫൈറ്റ് ആരംഭിക്കുന്നു. ടൈം മെഷീൻ വേഗത്തിൽ ചുറ്റാൻ തുടങ്ങുമ്പോൾ ജെയ്മി, പാം, കില്ലർ എന്നിവർ മെഷീന്റെ ചുമരുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ സർപ്രൈസിംഗ്ലി കില്ലറിനും ലോസ് ഓഫ് ഫിസിക്സ് അറിയാം. അയാൾ പാമിനെ നോക്കി നടന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അയാൾ പാമിനെ ഒരു തവണ കുത്തുകയും അപ്പോഴേക്കും ജെയ്മി തന്റെ അമ്മയെ റൈഡിൽ നിന്ന് തള്ളി മാറ്റുകയും ചെയ്യുന്നു. ആ സമയം കില്ലറിന്റെ മാസ്ക് അഴിയുകയും 2023-ലെ ക്രിസ് ആണ് രണ്ടാമത്തെ കില്ലർ എന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. ഡഗ് ആണ് യഥാർത്ഥ കില്ലർ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് ക്രിസ് സമ്മതിക്കുന്നു. സ്വീറ്റ് 16 കില്ലറിന്റെ സ്റ്റോറി 35 വർഷത്തിന് ശേഷവും ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് താൻ 2023-ൽ പാമിനെ കൊന്നതെന്ന് അവൻ പറയുന്നു. തന്റെ പോഡ്കാസ്റ്റിന് കൂടുതൽ കോണ്ടന്റ് കിട്ടാനും കൂടുതൽ ഫേമസ് ആക്കാനും വേണ്ടിയാണ് താൻ ജെയ്മിക്ക് ഒരു ഫേക്ക് വാർണിംഗ് നോട്ട് നൽകിയതെന്നും അവൻ റിവീൽ ചെയ്യുന്നു. കൂടുതൽ സക്സസ്ഫുള്ളും ഫേമസുമായ തന്റെ അച്ഛനുമായി കമ്പയർ ചെയ്യപ്പെടുന്നത് മടുത്തു പോയതിനാലാണ് ക്രിസ് അദ്ദേഹത്തെയും കൊന്നത്. പിന്നീട് ക്രിസ് ജെയ്മിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവർ തമ്മിൽ ഒരു ഇന്റൻസ് ഫൈറ്റ് തന്നെ നടക്കുന്നു. ഭാഗ്യവശാൽ മേൽക്കൈ നേടുന്ന ജെയ്മി ഒരു നെയിൽ ഗൺ ഉപയോഗിച്ച് ക്രിസിനെ വെടിവെക്കുന്നു. ജെയ്മി അവനെ സ്പിന്നിംഗ് മെഷീനിലേക്ക് തള്ളിയിടുകയും അവൻ പൊട്ടിത്തെറിച്ച് മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ടൈം മെഷീനിലൂടെ അവൾ പ്രസന്റിലേക്ക് തിരിച്ചെത്തുന്നു. ജെയ്മി 2023-ലെ ഹാലോവീനിന് ഒരു ദിവസം മുൻപ് തിരിച്ചെത്തുന്നു. പാം എപ്പോഴും ജീവിച്ചിരിക്കുകയും ബ്ലേക്കിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുകയും ചെയ്യുന്നു. ലോറന് പാസ്റ്റിൽ സംഭവിച്ചതെല്ലാം ഓർമ്മയുണ്ട്. അവൾ ജെയ്മിയോട് ജെയ്മി വന്ന ടൈം ലൈനിൽ നിന്നും കാര്യങ്ങൾ ഒരല്പം വ്യത്യസ്തമാണെന്ന് അറിയിക്കുന്നു. അതിനാൽ ലോറൻ മാറിയ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ ജെയ്മിയെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. ലോറൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ ടൈം ലൈനിൽ ജെയ്മിയുടെ പാരന്റ്സ് യഥാർത്ഥത്തിൽ നടന്നതിനേക്കാൾ മുമ്പ് തന്നെ ഒത്തുചേർന്നു. ഇപ്പോൾ അവൾക്ക് 34 വയസ്സുള്ള ഒരു സഹോദരനുണ്ട്. അവന്റെ പേരാണ് ജെയ്മി. അവളുടെ പേരിപ്പോൾ കോളറ്റ് എന്നാണ്. കൂടാതെ ഈ ടൈം ലൈനിൽ ലോറൻ ഒരു ബയോ എഞ്ചിനീയർ ആണ്. അമീലിയ ഇപ്പോഴും ജെയ്മിയുടെ, അതായത് ഇപ്പോഴത്തെ കോളറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഏറ്റവും ഒടുവിലായി ഈ ടൈം ലൈനിലെ ക്രിസ് ഇന്ത്യയിൽ ഒരു മൊണാസ്ട്രിയിൽ താമസിക്കുകയാണ്. ലൈവ് ടിവിയിൽ തന്റെ അച്ഛന്റെ മരണം കണ്ടതിന്റെ ട്രോമയാണ് അവനെ ഇതിലേക്ക് നയിച്ചത്. മറ്റൊരു ടൈം ലൈനിൽ നിന്നുള്ള താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ടോട്ടലി കില്ലർ എന്ന മൂവി അവസാനിക്കുന്നത്. റീക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റീക്യാപ്സ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചൂണ്ടിക്കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫിലിം കാറ്റഗറീസും ഷോണേഴ്സും കമന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം മൂവീസ് നമ്മൾ കൂടുതലായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.